അപ്പോൾ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ആറ്റോമിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. എന്താണ്? ദ ടോട്ടൽ നമ്പർ ഓഫ് അയോൺസ് ഫ്രം ദ ഫോളോയിങ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന നോബിൾ ഗ്യാസ്, അതായത് താഴെ തന്നിരിക്കുന്ന അയോൺസിൽ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഉള്ളവരുടെ എണ്ണം, ടോട്ടൽ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും നിങ്ങളൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അധികം പേരും ഇതിലെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും കോൺഫിഗറേഷൻ എഴുതാൻ തുടങ്ങും. കോൺഫിഗറേഷൻ എഴുതാൻ തുടങ്ങിയിട്ട് അതിൽ നിന്ന് ആൻസർ കണ്ടെത്താം. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കുക മക്കളെ, ഇവിടെ Z82 അടക്കം, അതായത് PB അടക്കം തന്നിട്ടുണ്ട്, PB2+ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇത്രയും വലിയൊരു സാധനത്തിൻ്റെ കോൺഫിഗറേഷൻ എഴുതിയിട്ട് ഇത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര ഈസിയുള്ള പരിപാടിയൊന്നുമല്ല. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഉള്ളവരുടെ ആറ്റോമിക് നമ്പർ, നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻസിൻ്റെ ആറ്റോമിക് നമ്പർ നോക്കുക. ഏതൊക്കെയാണ് വരാറ്? 2 വരാം, 10 വരാം, 18 വരാം, അത് കഴിഞ്ഞാൽ 36 വരാം, അത് കഴിഞ്ഞാൽ 54 വരാം, അത് കഴിഞ്ഞാൽ 86 വരാം, അത് കഴിഞ്ഞാൽ 118 വരാം. സോ ഇത്രയുമാണ് നമുക്ക് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഉള്ളവരുടെ ആറ്റോമിക് നമ്പറായിട്ട് കിട്ടുക. അപ്പോൾ ഈ ആറ്റോമിക് നമ്പറുമായിട്ട് മാച്ച് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് എത്ര ഈസി ആയിട്ട് ഉത്തരത്തിലേക്ക് ചെല്ലാം. സോ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന സ്ട്രോൺഷ്യത്തിൻ്റെയാണ് അല്ലേടാ. അപ്പോൾ നിങ്ങൾ സ്ട്രോൺഷ്യം 2+ നോക്കുക. സ്ട്രോൺഷ്യം 2+, അതിലുള്ള അതിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 38 - 2, ദാറ്റ് ഈസ് 36. അടുത്തത് Cesium+, ദാറ്റ് ഈസ് 55 - 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 54. അടുത്തത് La2+, that is 57 - 2, that is equal to 55. അടുത്തത് Pb2+, that is equal to 82 - 2, that is equal to 80. അടുത്തത് Yb2+, that is equal to 70 - 2, that is equal to 68. അടുത്തത് Fe2+, 26 - 2, that is equal to 24. അപ്പോൾ ഇവരിൽ ആരുടെയൊക്കെ നമ്മുടെ നോബിൾ ഗ്യാസുമായിട്ട് മാച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്? 36 ഉണ്ട്, 54 ഉണ്ട്, 55 ഇല്ല, 80 ഇല്ല, 68 ഇല്ല, 24 ഇല്ല. വിച്ച് മീൻസ് ഇതിലെ 2 എണ്ണം മാത്രമാണ് നമ്മുടെ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനുമായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത്. സോ വി ക്യാൻ ചൂസ് ഇറ്റ് ആസ് 2. ഇത്ര എളുപ്പം ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. സോ ഇതൊക്കെ ഇങ്ങനെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് കേട്ടോ.